ചിന്നക്കനാലിലെ ഭൂമി ഇടപാടിൽ മാത്യു കുഴൽനാടനെതിരെ ഇടുക്കി വിജിലൻസ് യൂണിറ്റ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. ക്രമക്കേടുണ്ടെന്നറിഞ്ഞിട്ടും കുഴൽനാടൻ ഭൂമി വാങ്ങിയെന്ന എഫ്ഐആർ ഇന്ന് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ സമർപ്പിക്കും. JNS രാജു വിവരങ്ങളുമായി ചേരുകയാണ്. ജയൻ, എന്തൊക്കെയാണ് എഫ്ഐആറിൽ പറഞ്ഞിരിക്കുന്ന വിവരങ്ങൾ? അത് മാത്യു കുഴൽനാടനെ എത്രത്തോളം പ്രതിരോധത്തിലാക്കുന്നതാണ്? മാധു, എഫ്ഐആറിലെ പൂർണ്ണ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല. എഫ്ഐആർ ഇതുവരെ കോടതിയിൽ സമർപ്പിച്ചിട്ടില്ല. കോടതിയിൽ സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തു വരിക. എന്തായാലും ഇതിൽ വളരെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില ക്രമക്കേടുകൾ നടന്നു എന്ന് വ്യക്തമായതാണ്. പ്രത്യേകിച്ച് മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട ഭൂമിയാണിത്. അത് അറിഞ്ഞുകൊണ്ട്, അത് മനസ്സിലാക്കിക്കൊണ്ട് ഈ ഭൂമി മുറിച്ചു വിൽക്കാനോ അല്ലെങ്കിൽ കൈമാറ്റം ചെയ്യാൻ പാടില്ല എന്ന വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഈ ഭൂമി മാത്യു കുഴൽനാടൻ വാങ്ങി എന്നുള്ളതാണ് ഈ കേസിന്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇത് പല ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ നടന്നിട്ടുണ്ട്. 2012 മുതൽ ഇങ്ങോട്ട് നടന്ന എല്ലാ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ, അതോടൊപ്പം തന്നെ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ, മാത്യു കുഴൽനാടൻ, മറ്റ് ഇടനിലക്കാർ അടക്കം 21 പേരാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത്. ഇതിൽ 16ാമത്തെ പ്രതിയാണ് മാത്യു കുഴൽനാടൻ. ഈ കേസ്, അതായത് ഈ ഭൂമി 2008 മിച്ചഭൂമി, അതായത് പരിധിയിൽ കൂടുതൽ സ്ഥലം കൈവശം വെച്ചതിന്റെ പേരിൽ ഈ ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിക്കുകയും അങ്ങനെ മിച്ചഭൂമി കേസിൽ ഉൾപ്പെടുകയും ചെയ്തതാണ്. എന്നാൽ അതിനുശേഷം PK ഷാജി എന്ന അന്നത്തെ ഉടുമ്പൻചോല തഹസിൽദാർ ഈ ഭൂമി കൈമാറ്റം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ കരം മേടിക്കുന്നതിന് വേണ്ടി ക്രമവിരുദ്ധമായി ഇടപെട്ടു. അങ്ങത്തിന് ശേഷമാണ് ഈ ഭൂമി വീണ്ടും കൈമാറ്റം ചെയ്യുന്നതിനുള്ള അവസരം ഉണ്ടായിരിക്കുന്നത്. 2012 ഉടുമ്പൻചോല തഹസിൽദാറായ PK ഷാജിയാണ് ഈ കേസിലെ ഒന്നാം പ്രതി. ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറിമാരടക്കം ഈ കേസിൽ പ്രതികളായിട്ടുണ്ട്. ഈ കേസിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എഫ്ഐആറിന്റെ പകർപ്പ് ലഭിച്ചതിന് ശേഷം മാത്രമേ വ്യക്തമാകൂ. എന്തായാലും ഈ കേസിൽ മാത്യു കുഴൽനാടൻ കൃത്യമായി ഇടപെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് വിജിലൻസിന്റെ ഒരു കണ്ടെത്തൽ. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ ലാൻഡ് ഭൂ ഉടമകൾ നിയമോപദേശം തേടിയാണ് മാത്യു കുഴൽനാടിനെ സമീപിക്കുന്നത്. എന്നാൽ ഈ നിയമ വ്യവസ്ഥകൾ അല്ലെങ്കിൽ ഈ നിയമലംഘനങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് മാത്യു കുഴൽനാടൻ ഈ ഭൂമി മേടിക്കുന്നത് എന്നുള്ളതാണ് വിജിലൻസിന്റെ ഒരു കണ്ടെത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് മാത്യു കുഴൽനാടനെ കൂടി പ്രതി ചേർത്തുകൊണ്ട് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ശരി.